പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, യെശയ്യ 59:1 യെശയ്യ പ്രവാചകൻ പറയുന്നു, രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാകാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ നാം കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ പലപ്പോഴും കർത്താവിൻ്റെ സ്വരം നാം കേൾക്കുന്നില്ല. കർത്താവിൻ്റെ സംരക്ഷണമോ കരുണയോ കരുതലോ നമുക്ക് അനുഭവപ്പെടാതെയും നമുക്ക് തോന്നാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? യെശയ്യ പ്രവാചകൻ പറയുന്നു, രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാകാത്ത വിധം കർത്താവിൻ്റെ കാതുകൾക്ക് മാന്യവും സംഭവിച്ചിട്ടില്ല. നമുക്കും കർത്താവിനും ഇടയിൽ എന്താണ് പിന്നെ സംഭവിക്കുന്നത്? കർത്താവിന് നമ്മുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കേൾക്കാൻ പറ്റുന്നില്ല എന്ന് നാം ചിന്തിക്കുന്നു. നമ്മുടെ അകൃത്യങ്ങളാണ്, തിന്മകളാണ്, പാപങ്ങളാണ് നമ്മെയും ദൈവത്തെയും തമ്മിൽ അകറ്റി നിർത്തുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കാത്തത്. നമ്മുടെ അനുദിന ജീവിതം നാം പരിശോധിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയിൽ നിന്നും അകറ്റുന്ന നമ്മുടെ പാപങ്ങളിൽ നിന്ന് നാം പിന്തിരിയണം. നമ്മുടെ ഹൃദയത്തിലുള്ള ദുഷ്ടതയുടെ കെട്ടുകൾ നാം പൊട്ടിച്ച് കളയണം. ഹൃദയത്തിലെ അഹങ്കാരവും സ്വാർത്ഥതയും ഉപേക്ഷിച്ച് ദൈവഹിതം നിറവേറ്റുന്നവരായി നാം മാറുമ്പോൾ ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സംരക്ഷണവും നമുക്ക് ലഭിക്കും. യെശയ്യ 58:9 യെശയ്യ പ്രവാചകൻ പറയുന്നു, നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും, നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി തരും. അതിനാൽ പാപത്തിൻ്റെ വഴികൾ ഉപേക്ഷിക്കുവാൻ കർത്താവ് ആവശ്യപ്പെടുന്ന കർത്താവിൻ്റെ സ്വരം നാം കേൾക്കുവാനായിട്ട് സമയം കണ്ടെത്തണം. ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ചുകൊണ്ട് ദൈവഹിതം നിറവേറ്റുമ്പോഴാണ് ദൈവത്തിൻ്റെ സംരക്ഷണം നമുക്ക് ലഭിക്കുന്നത്. എല്ലാവർക്കും നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.